ഗൈസ്, ഇന്നത്തെ വ്ളോഗ് കുഞ്ഞിൻ്റെ ഫ്രണ്ടിലുള്ള മുടി വെട്ടിയിടുന്നതിൻ്റെ വ്ളോഗാണ് കേട്ടോ. എല്ലാ അമ്മമാർക്കും അവരുടെ പെൺകൊച്ചുങ്ങളുടെ മുടിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് മുറിക്കണമെന്ന് ആഗ്രഹം കാണത്തില്ലേ. അപ്പോൾ ആ ഒരു കാര്യം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യം കേട്ടോ. ഓക്കെ, അപ്പം 2 ഐബ്രോസിൻ്റെയും 2 സൈഡിൽ നിന്നാണ് നമ്മൾ വരയെടുത്ത് ആ ഒരു നീളത്തിൽ ആ ഒരു സൈഡിലെ മുടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ബേബി കണ്ടോ, ഞാൻ അവിടെ രണ്ട് ഐബ്രോൻ്റെ അപ്പുറം ഇപ്പുറമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേതേക്ക് ഈ മുടിയെല്ലാം കൂടെ ഫ്രണ്ടിലേക്ക് താത്തിയിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെവലേ പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വാട്ടർ സ്പ്രേ ആണെങ്കിൽ സ്പ്രേ ചെയ്യാം, ഇല്ലെങ്കിൽ ലെവലേ കിട്ടുമെങ്കിൽ ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് സീസർ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ നമ്മൾ കറുമുറൂന്നങ്ങ് മുറിക്കുക. ഓക്കെ, കുഞ്ഞെന്തായാലും പാവം സമ്മതിച്ചു. എന്നാലും കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അവൾ അറിയാതെ കൈ പിടിച്ചു കഴിഞ്ഞാൽ കണ്ണിലെങ്ങാനും സീസർ കൊണ്ടാലോ. ഓക്കെ, നമ്മളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫുള്ള് കട്ട് ചെയ്യും. ഫുള്ള് കട്ട് ചെയ്ത ശേഷം എന്തുവായി കുഞ്ഞിൻ്റെ കോലൊന്നും നമുക്ക് കാണണ്ടായോ. എന്നാലില്ല, അവൾ പ്രതികരിക്കും കേട്ടോ എൻ്റെ അടുത്ത്, ഇഷ്ടപ്പെട്ടേലും ഇല്ലേലും. അവൾ കട്ട് ചെയ്ത് ഉടനെ ഓടിപ്പോയി മിററിൽ നോക്കും, എന്നിട്ട് പ്രതികരിക്കും എൻ്റെ അടുത്ത്. എങ്ങനെയെങ്കിലും ചിരിച്ചിട്ടാണെങ്കിൽ ഓക്കെ, അവൾ ഹാപ്പിയാണ്. അല്ലാതെ പിണങ്ങി നിൽക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിലാകും ഓക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കാം ഇവിടെ എന്നാണ് സംഭവിക്കുന്നതെന്ന്. കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടി നിൽപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് നീറ്റാക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ ക്രീമോ എടുത്തിട്ട് മുടി നല്ലതായിട്ട് ഇങ്ങനെ അതേ തൂക്കുമ്പോൾ ആ മുടി ലെവലിന് നമുക്ക് അവിടെ താഴോട്ട് കിട്ടും. അങ്ങോട്ട് മേളിലോട്ട് കയറി ഇറങ്ങി നിൽക്കും. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കംപ്ലീറ്റ് നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുമേ. അങ്ങനെയാണ് അപ്പം ഞാൻ ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആയി അവസാനം. എന്നിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കുഞ്ഞിൻ്റെ. Baby cut hair was I know what you'd say. No, that's what I want to say. And me Tommy here was sleeping. I know what you could be that. ഓക്കെ, കുഞ്ഞിൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളിപ്പോൾ കേട്ട് കാണുമല്ലോ. ഇതാണ് അവൾക്ക് പറയാനുള്ളത്. എനിക്കെന്തോ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്കും അതുപോലെ മനസ്സിലായിട്ടില്ല. ഇതൊരു പ്രത്യേകതരം ലാംഗ്വേജാണ്. അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരെന്താണ് പറയുന്നതെന്ന്. ഗൈസ്, നിങ്ങൾ പറയണം അവസാനത്തെ ലുക്ക് കണ്ടിട്ട് ഇഷ്ടമായോ ഇല്ലേന്ന്. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ എനിക്ക് അയച്ചിടണം കേട്ടോ. എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയോന്ന്. വീട്ടിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ എന്നായാലും ഇതൊക്കെ നമ്മൾ ഇത്ര എക്സ്പെക്റ്റേഷൻ നമ്മൾ പ്രതീക്ഷിക്കാവുള്ളൂ. പക്ഷേ കുഞ്ഞിനെ നമ്മൾ കോലമാക്കാനും പാടില്ല. അപ്പം നല്ല ലെവലേ അതാക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് നോക്കാം അവസാനത്തെ ലുക്ക് എങ്ങനെയുണ്ടെന്ന്. പിന്നെ കുഞ്ഞ് മിററിൽ പോയിട്ട് കുഞ്ഞ് ഒന്ന് തീരുമാനം എടുക്കും ഇത് കൊള്ളാവോ ഇല്ലേന്ന്. എന്നാണെങ്കിലും എനിക്കത് റെസ്പോണ്ട് ചെയ്യും അടിപൊളിയായിട്ട്. ഇഷ്ടമായില്ല എന്നുള്ളത് നമുക്കിപ്പോൾ അത് അവസാനം കാണാം കേട്ടോ. അപ്പം ഓക്കെ, എല്ലാം കഴിഞ്ഞു. ഓക്കെ, സെറ്റായി. അവൾ വലിയ പ്രശ്നമില്ല. പക്ഷേ മിററിൽ പോയി നോക്കിയതിന് ശേഷം കുഞ്ഞ് വന്നിട്ട് എന്ത് പറ്റി എന്ന് നമ്മളോട് കറക്റ്റ് പറഞ്ഞു തരും. കണ്ടോ, മിററിൽ നോക്കിക്കഴിഞ്ഞ് പോയി പിണങ്ങി നിൽക്കുക കണ്ടോ. കുഞ്ഞിന് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. പിന്നെ ചിരിക്കുകയും ചെയ്തു. എന്നാലും ലാസ്റ്റ് എനിക്ക് തോന്നുന്നു അവൾക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അതായിരിക്കും അവൾ ഇങ്ങനെ ഒരു മൂലയിൽ പോയി ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ ഒരു നോട്ടോ എന്നെ നോക്കിയത്. ഓക്കെ ഗൈസ്, ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പിന്നെ ഞാൻ ഇന്ന് തന്നെ സലൂണിൽ പോയായിരുന്നു. ആ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് ഷോർട്ട് ഹെയർ ഏതാ കുഞ്ഞിന് ചേരുന്നതെന്ന് ചോദിച്ചിട്ട്. ആ വീഡിയോ കാണാത്തവർ ഇത് കാണുവാണെങ്കിൽ കണ്ടിട്ട് അതുകൂടെ ഒന്ന് പോയി നോക്കുക. സലൂണിലെ ഫുൾ നല്ല അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്.